9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തി പടുക്കുമാ കൈകൾക്കു കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. അതുകാലം കോട്ട തൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. ഇക്കുറി വല്ലായ്മയാർന്നു പോയി, ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. എന്താണു പോംവഴി എന്നൊരൊറ്റ ചിന്തയവരിൽ പുകഞ്ഞു നിൽക്കെ, വെളിപാടുകൊണ്ടാരു ചൊല്ലിയത്രേ, അധികാരമുള്ളോരതേറ്റു ചൊല്ലി, അധികാരമുള്ളോരതേറ്റു ചൊല്ലി. 9 ഉണ്ടല്ലോ വധുക്കളെന്നാൽ, ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ, ആ മതിൽ മണ്ണിലുറച്ചു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നോൻ തെല്ലൊരുറ്റത്തോടപ്പോൾ പറഞ്ഞുപോയി, ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്നവളാരുമാട്ടെ, അവളെയും ചേർത്തി മതിൽ പടുക്കും, അവളെ പണിക്കാർ തൻ മാനം കാക്കും. കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങിപ്പിടിച്ചുകൊണ്ടേ, മുണ്ടകപ്പാട വരമ്പിലൂടെ മണ്ടിക്കിതച്ചു വരുന്നതാരോ, മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വേട്ട പെണ്ണായിരുന്നു. ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴമവളുടേതായിരുന്നു. കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനടുത്തിരിക്കെ, ഈ കഞ്ഞിയൂട്ടൊടുക്കത്തെയാണെന്ന് ഓർക്കുവാനാ സഖിക്കായതില്ല. ഓർക്കാപ്പുറത്താണശനിപാദം, ആർക്കറിയാമിന്നതിൻ മുഹൂർത്തം. കാര്യങ്ങളെല്ലാം അറിഞ്ഞവരെ അന്ത്യമാം തന്നഭിലാഷമപ്പോൾ അഞ്ജലിപൂർവമവൾ പറഞ്ഞു, ഭിത്തിയുറയ്ക്കാനി പെണ്ണിനെയും ചെത്തിയ കല്ലിനിടയ്ക്കു നിർത്തി, കെട്ടിപ്പടുക്കുവിനൊന്നെനിക്കുണ്ട്, ഒറ്റയൊരാഗ്രഹം കേട്ടുകൊൾവിൻ. കെട്ടിമറയ്ക്കല്ലെൻ പാതി നെഞ്ചം, കെട്ടിമറയ്ക്കല്ലെനിൻ്റെ കൈയും, എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ, ഈ മുലയൂട്ടാൻ അനുവദിക്കൂ. 9 കൽപ്പണിക്കാർ പടുത്ത വൻപിയെന്നോരാ കോട്ട തൻ മുൻപിൽ ഇന്നുമുണ്ടേനാ പെണ്ണിന്നപൂർണ സുന്ദരമായ വെൺശിലാശില്പം, സുന്ദരമായ വെൺശിലാശില്പം.